ഹായ്, നമസ്കാരമുണ്ട്. ഇന്ന് ശനിയാഴ്ച അല്ലേ, ചുമ്മാ റൂമിലിരുന്ന് ബോറിങ്ങാ ലീവായതുകൊണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അങ്ങോട്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒന്ന് പുറത്തേക്ക് പോകാൻ നിൽക്കുക. പോയി ഇവിടുത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ എടുത്തിട്ടാണ് വിചാരിച്ചിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയും. ചെറിയ ചെറിയ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഇത് കണ്ടോ, ഇവിടുത്തെ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഇത് ഇങ്ങനെ സ്ട്രെയിറ്റ് പോണതൊരു സ്ട്രീറ്റാണ്. ഈ സ്ട്രീറ്റ് നമ്മൾ ആ സ്ട്രീറ്റിക്ക് ഇവിടെ നിന്ന് ടേൺ ചെയ്യുന്നുണ്ട്. ആ സ്ട്രീറ്റിൻ്റെ പേര് ഇവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും. ഉണ്ടാവും എല്ലാ സ്ട്രീറ്റിൻ്റെയും പേര്. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ആ സ്ട്രീറ്റിക്ക് ടേൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാം ഇത് നമ്മൾ കറക്റ്റ് സ്ട്രീറ്റിലാണ് എത്തിപ്പെട്ടത്. ഇത് ചെറിയൊരു കട്ടിങ് ആണെങ്കിലും അവിടെ ഒരു സ്ട്രീറ്റ് നെയിം ഉണ്ടാവും. അത് വേറൊരു സ്ട്രീറ്റായിട്ട് ഇവിടെ അറിയപ്പെടും. ഇനി വേറെ ഇതാണ്, ഇത് ഇങ്ങോട്ട് ടേൺ ചെയ്താൽ ഇവിടെ ഉണ്ട് ഒരു സ്ട്രീറ്റ്, അത് വേറൊരു സ്ട്രീറ്റാണ്. അതങ്ങനെ പോണ റോഡാണ്, അതൊരു സ്ട്രെയിറ്റ് റോഡാണ്. ഈ സ്ട്രെയിറ്റ് റോഡും ഇതേമാതിരി വേറൊരു സ്ട്രീറ്റാണ്. അതിൻ്റെ പേരാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ സ്ട്രീറ്റ് ഈ ട്രീക്ക് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സ്ട്രീറ്റ് എന്നാണ്. മാൾട്ടീസ് ഭാഷയിൽ ട്രീക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രീറ്റിൻ്റെതാണ്. അതേമാതിരിയാണ് അത് വേറൊരു സ്ട്രീറ്റാണ്. ഒരു ഇതിൽ ഇങ്ങനെ കണ്ടമാനം സ്ട്രീറ്റുകളുണ്ട് ഇവിടെ. എല്ലാ സ്ട്രീറ്റുകൾക്കും വേറെ വേറെ പേരാണ്. അവിടെ കണ്ട ഒരു സ്ട്രീറ്റ്, ഇത് വേറൊരു സ്ട്രീറ്റാണ്. ഇത് ഇത്രയേ ഉള്ളൂ, ചെറിയ സ്ട്രീറ്റാണ്. ഒരു 2-3 വീടുകൾ അവിടെ അവസാനിച്ചു, ആ എൻഡിൽ അവസാനിച്ചു. ഇങ്ങനെയാണ് ഇവിടെ സ്ട്രീറ്റുകളിന് തരംതിരിച്ച് ഇരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ഗുണം എന്ന് വെച്ചാൽ നമുക്കൊരു ഡെലിവറി ഒക്കെ ചെയ്യാനുള്ള ജോലിക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാം. ഈ സ്ട്രീറ്റ് നെയിം ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാനൊക്കെ സുഖമാണ്. പിന്നെ ഇത് കാണുന്നു, ഇതിപ്പോൾ ഈ ചർച്ചിലെ ഫീസ്റ്റ് ആയതുകൊണ്ട് അവർ ഓരോ ഡെക്കറേഷൻ അതേമാതിരിയുള്ള ഇതൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കും. അതിൻ്റെതാണ് നിങ്ങൾ ഈ കാണുന്നത്. അതാണ് ചർച്ച്. ഇത് ഇതിൻ്റെ ഈ സ്ട്രീറ്റിലെ എൻഡിലാണ് ചർച്ച് വരുന്നത്. ഈ കോർണറിൽ വന്നു, ഇത് വേറൊരു കട്ടിങ്ങാണ്, റോഡാണ്. അത് വേറൊരു സ്ട്രീറ്റാണ്. ആ സ്ട്രീറ്റിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. കണ്ടോ? അപ്പം നമ്മൾ താമസിക്കുന്ന സിറ്റി ഏതാണെന്ന് വെച്ചാൽ ആ സിറ്റിയിൽ ഈ പേര് അടിച്ചു കൊടുത്താൽ കറക്റ്റായിട്ട് നമ്മൾ ഈ സ്ട്രീറ്റിലെത്തും. ഇവിടെ വീടുകൾക്കൊക്കെ നമ്പറാണ്. അതേമാതിരി നമ്പറുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്പർ. അപ്പോൾ നമ്മൾ ആ നമ്പറും കൂടി അടിച്ചു കൊടുത്തിട്ട് വീടുകളുടെ മുന്നിലെത്തും. ഇവിടുത്തെ ഒരു ഫാർമസിയാണ്. നമ്മുടെ നാട്ടിലത്തെ ഫാർമസിയുടെ അതേമാതിരിയൊക്കെ ഉള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. ഉണ്ടല്ലേ, സെൻറ്റ് ആൻഡ്രൂ പറഞ്ഞൊരു ഫാർമസി. ഇത് ഇവിടുത്തെ ഒരു സ്റ്റേഷനറി ഷോപ്പാണ്. ഇവിടുത്തെ കുട്ടികളുടെ ബാഗ്, കുട്ടികളുടെ അത് കളി സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളത് ഒരു സെറ്റപ്പ്. ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത് കേട്ടോ. അവിടുത്തെ ഒരു റൂമിലാണ് നമ്മൾ താമസിക്കുന്നത്. ഇത് ഇവിടുത്തെ ബാങ്ക് BOB. അവിടെ ചർച്ചിൻ്റെ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. കാണിച്ചു രാവിലെ ചർച്ചിൻ്റെ അവസ്ഥ. ഇതെന്താ പച്ചക്കറി, നമ്മുടെ നാട്ടിൽ വണ്ടിയിൽ ഇട്ടിട്ട് വിൽക്കണ മാതിരിയുള്ള സെറ്റപ്പ്. പച്ചക്കറി കട വണ്ടിയിലിട്ടിട്ട് ഫ്രൂട്ട്സ് പച്ചക്കറി എല്ലാം കൂടിയിട്ട്. ഇത് ഇവിടുത്തെ ഒരു ഷോപ്പാണ്. ഞാൻ പിന്നെ വിശദമായിട്ടൊരു മലയാളി കടയാണത്. മലയാളം ജസ്റ്റ് ഒന്നുള്ളിൽ കയറി കാണിച്ചു തരാം കേട്ടോ. അത്യാവശ്യം. ഹായ് ബ്രോ, നമസ്കാരം. അത്യാവശ്യം നമ്മുടെ നാട്ടിലത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുന്നൊരു കടയാണ്. അരി, ആശീർവാദ്, എന്താ ബസ്മതി റൈസ്, റോയൽ, നമ്മുടെ നാട്ടിലത്തെ അരി സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് കണ്ടില്ലേ. പിന്നെ ഇവിടെ പാക്കറ്റ് ഇത് കിട്ടുന്ന പൊറോട്ട ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിരിക്കുക തോന്നുന്നു. നാട്ടിൽ ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ പൊറോട്ട ഒക്കെ ഇരിക്കുന്നു. ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ.
ഷോപ്പ് ഉണ്ട് തൊട്ടടുത്ത് തന്നെ, നമ്മൾ താമസിക്കുന്ന തൊട്ടടുത്ത്. നാട്ടിലത്തെ അതേമാതിരി തന്നെ അത്യാവശ്യം മിൽക്ക് വരുന്നത് ഇങ്ങനെ ടെട്രാ പാക്ക് മിൽക്കോടെ വരുന്നത്. യോഗട്ട് പിന്നെ നമ്മുടെ ഗൾഫിലൊക്കെ കിട്ടുന്ന അതേ സെറ്റപ്പ് യോഗട്ട്, പിന്നെ ചീസ്, ഇതൊക്കെ നമ്മുടെ ഗൾഫിൽ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അറിയാം. സെയിം സാധനം ഇപ്പോൾ നാട്ടിൽ അവൈലബിൾ ആണ്. ഒരു സെറ്റപ്പ് തന്നെ ഇവിടെ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഷോപ്പിൻ്റെ. പിന്നെ നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ കടകൾ, എല്ലാ കടയിലും അവൈലബിൾ ആണ്. ഇരിക്കുന്നില്ലേ അതൊക്കെ ഇവിടുന്ന് കടയിൽ തന്നെ നമുക്ക് വാങ്ങാം. വേറെ നമ്മൾ നാട്ടിലത്തെ മാതിരി ലിക്കർ ഷോപ്പിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. എല്ലാ സാധനവും ഇവിടെ തന്നെ അവൈലബിളാണ്. ഇനി ഇതാണ് ചർച്ചിൽ നമ്മുടെ ഫീസ്റ്റ് നടക്കുന്ന ചർച്ചാണ് ഇപ്പോൾ. ഇത് രാവിലെ ലൈറ്റൊക്കെ ഇട്ടിട്ടായത് വൈകിട്ടാകുമ്പോഴാണ് അതിൻ്റെ ഒരു വൈബ് കിട്ടുള്ളൂ. ഇവിടെയാണ് ഇന്ന് വൈകിട്ട് വലിയ പരിപാടിയൊക്കെ ഉണ്ടാവും. കണ്ടില്ലേ, ഈ ചർച്ചിലാണ് ഫീസ്റ്റ് നടക്കുന്നത്. അതിനോടുള്ള അലങ്കാര സാമഗ്രികളൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ഇതിൻ്റെ മേലെ കയറിയിട്ടാണ് ഇവരുടെ സ്തൂപം സ്ഥാപിക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുന്നത്. ഇതിൻ്റെ ഇവിടെ സ്റ്റേജ്, ഇത് സ്റ്റേജാണ്. എന്താ സ്റ്റേജ് കാര്യങ്ങൾ നല്ല ആൾക്കാരാട്ടോ മാൾത്തീസ്. മനുഷ്യന്മാർ നല്ല ഒരു സ്നേഹമുള്ള ആൾക്കാരാണ്. നമ്മുടെ അടുത്തൊക്കെ പെരുമാറാനായാലും മൊത്തത്തിൽ നല്ലൊരു മനുഷ്യന്മാരാണ് അവർ. ഒരു ഡെലിവറി അമിങ്കോസ് പറഞ്ഞിട്ട് ഒരു ഇതിലേക്ക് ഡെലിവറി വന്നിരിക്കുക. അവിടെ മലയാളി പയ്യന്മാരെന്നെ ഉണ്ടോ സെറ്റപ്പ്. ഇവിടുത്തെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ടാവും. കോഫി ഷോപ്പ് നമുക്ക് അധികം എഴുതിയിട്ടുണ്ടാവും വെച്ചാലും അവിടെ നമ്മുടെ ബീറ്, വൈന്, ലിക്വറൊക്കെ കിട്ടുന്ന ഷോപ്പുകളാവും അധികം. അത് രാത്രിയാണ് ഇവിടെ അധികം വൈബ് ഉണ്ടാവുക. രാവിലെ അത്ര ആൾക്കാരൊന്നും ഉണ്ടാവില്ല. ഈ നേരത്തൊക്കെ ഇവർ അടച്ചിടും. കുറച്ച് കഴിഞ്ഞാൽ തുറക്കും. പിന്നെ ഫുൾ ഓണാട്ടോ. ഇവിടുത്തെ ഇങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ സെറ്റാക്കിയിട്ട് ഓരോ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ട് നല്ല രസത്തിലാണ് ഇവർ എല്ലാ വർഷവും അലങ്കാരം ചെയ്യുക. അധികം ഈ പ്രാവശ്യം വെച്ച തന്നെയാവും അടുത്ത പ്രാവശ്യം ഇവർ ഇതാക്കുക കേട്ടോ. എല്ലാ വർഷവും മാറ്റമൊന്നുമില്ല. ഈ സംഭവങ്ങളൊക്കെ തന്നെ അടുത്ത വർഷം ഇവിടെ യൂസ് ചെയ്യുക അവർ. ഡെക്കറേഷനൊക്കെ നല്ല ഈ ഒരു സംഭവം തന്നെ. എല്ലാ വർഷവും ഇങ്ങനെ മാറ്റുന്ന പരിപാടിയൊന്നുമില്ല. ഇത് കറക്റ്റായി എടുത്തു വെച്ച് അടുത്ത വർഷവും ഇതേ സംഭവം തന്നെയാണ് യൂസ് ചെയ്യുക. ഞാൻ വന്നിപ്പോൾ കാണുന്നതല്ലേ. കഴിഞ്ഞ വർഷം ഇതേ സംഭവങ്ങളൊക്കെ തന്നെയായിരുന്നു ഇവിടെ. അതുതന്നെയാണ് ഇപ്രാവശ്യം ഇവിടെ ഇതാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് കണ്ടോ വേറൊരു സ്ട്രീറ്റ്. ഇത് വേറൊരു സ്ട്രീറ്റാണത്. ഇതൊരു കട്ടിങ് ഉണ്ട്. സ്ട്രീറ്റിൻ്റെ പേര് എഴുതിച്ചിരിക്കുന്നു. ഇങ്ങനെ പോണത് ആ എൻഡിൽ സ്ട്രീറ്റ് അവസാനിച്ചു. പിന്നെ ആ എൻഡിൽ കാണുന്ന റോഡ് വേറൊരു സ്ട്രീറ്റാണ്. നല്ല രസമാണ് ഇവിടുത്തെ സ്ട്രീറ്റുകളൊക്കെ ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. നല്ല കറക്റ്റായിട്ട് ആ റോഡിനോട് കറക്റ്റായിട്ട് പണിത ബിൽഡിങ്ങുകളും അങ്ങനെ ഒരു ഇവിടുത്തെ സ്കൂളാട്ടത്. കുട്ടികളൊക്കെ പഠിക്കുന്ന സ്കൂളാണിത്. ഉണ്ടല്ലോ. ഇത് ഇവിടുത്തെ ഫയർ വർക്സിൻ്റെ കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. വൈകിട്ട് നല്ല സെറ്റപ്പ് ആവും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫയർ വർക്സൊക്കെ നടക്കുക സംഭവം ഇവിടെ അധികം. ഞാനിവിടെ വന്നിട്ടാണ് നമ്മുടെ നാട്ടിലത്തെ മാതിരി തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഫയർ വർക്സൊക്കെ ഉണ്ട്. പറ്റുകയാണെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്ത് അയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കണ്ടില്ലേ, ഓക്കെ.